ആലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട ഒരു പടം എടുക്കാൻ നേരത്ത് ആലപ്പുഴ വന്നിരുമ്പോൾ ആലപ്പുഴയിലെ പിള്ളേരെയല്ല ഒരു ഇതാക്കേണ്ടത്. ചിലപ്പോൾ അവന് ആ സാഹചര്യത്തിൽ ചിലപ്പം നെസ്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവനെ സംബന്ധിക്കുന്നതല്ലോ. എന്തുമാത്രം പേരോട് ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇത് ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ മറ്റു യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ആ വീഡിയോ കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ നടന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആൾക്കാർ എങ്ങനെയാണ് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് എന്നുള്ളത്. സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളെല്ലാം ചേർന്ന് പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ തിയേറ്റർ വിസിറ്റിനിടയ്ക്ക് നെസ്ലിനെ കണ്ട ഒരു ആരാധകൻ സന്തോഷത്തോടു കൂടി എക്സൈറ്റ്മെന്റിൽ നേരെ ചെന്ന് നെസ്ലിന്റെ പെർമിഷൻ ഇല്ലാണ്ട് പുള്ളിയുടെ തോളത്ത് കൈയിട്ട് സെൽഫി എടുക്കാൻ നോക്കി. നെസ്ലിൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. പുള്ളിക്കാരൻ വേഗം കൈ തട്ടി മാറ്റി മുൻപോട്ട് പോയി. അത് ഈ പറയുന്ന നമ്മുടെ കക്ഷിക്ക്, ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള കക്ഷിയാണ്, ആ കക്ഷിക്ക് ഭയങ്കരമായിട്ടുള്ള അപമാനം ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാണ്. അതിനകത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന അപമാനിക്കപ്പെട്ട യുവാവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു ആക്ടർ എന്നല്ല, ഒരു വ്യക്തിയുടെ തോളത്ത് പോലും അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല. തോളത്ത് നല്ല അയാളുടെ ദേഹത്ത് പോലും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. അത് എത്ര വലിയ ആധികാരികമായിട്ടുള്ള കാര്യം കാണിച്ചിട്ടാണെങ്കിലും ശരി, വളരെ മോശമായിട്ടുള്ള സംഭവമാണ്. പല ആളുകൾക്കും ഒരു തോന്നലുണ്ട് സിനിമ നടൻ നടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതു മുതലാണെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ കാണുന്നത് ക്യാരക്ടേഴ്സിനെ മാത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. അതിനപ്പുറത്തേക്ക്, ആ ക്യാരക്ടേഴ്സിന് അപ്പുറത്തേക്ക് ഇവർക്കൊക്കെ ഒരു ലൈഫ് ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്. അപ്പം നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മനുഷ്യരെ അല്ല വരുന്ന റിയൽ ലൈഫിൽ. ചിലപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലപ്പോൾ അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ മനുഷ്യർക്ക് അവരുടെ വ്യക്തിത്വം അനുസരിച്ച് പല ആളുകളെയും അടുപ്പിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല. സ്വകാര്യമായിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടം. സ്വകാര്യ ജീവിതത്തെ പൊതു രംഗത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. ഒരാൾ പോലും തന്റെ സ്പേസിലേക്ക് കടന്നു വരുന്നത് പോലും ഇഷ്ടമില്ലാത്ത മനുഷ്യരൊക്കെ ആയിരിക്കും ഇവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവരുടെ തോളത്തൊക്കെ കൈയിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് തവണ പല ആർട്ടിസ്റ്റുകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ എത്രയോ തവണ പുള്ളിക്കാരൻ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു സ്റ്റേജിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരാളെ തള്ളിയിട്ടു എന്നുള്ള പ്രശ്നം, അങ്ങനെ തുടങ്ങി ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ അപർണ ബാലമുരളിയെ പുള്ളിക്കാരി ഒരാൾ ഇതുപോലെ പെട്ടെന്ന് വന്ന് ടച്ച് ചെയ്യാൻ നോക്കി, പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പല തവണകളായിട്ട് ഇത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ മലയാളികൾക്ക് എന്താണെന്നറിയില്ല, ഇതുവരേക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഒരു സ്വകാര്യമായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് അറിയില്ല, ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നറിയില്ല. അത്തരം യാതൊരുവിധ മര്യാദകളും മലയാളികൾക്ക് പൊതുവെ അറിയില്ല. ഇത് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പൊ നമ്മൾ സൗഹൃദം കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പോലും പലർക്കും അറിയാത്ത കാര്യമാണ്, ശരിക്കും എല്ലാ ബന്ധങ്ങളിലും അവിടെ ഒരു അതിർവരമ്പ് ഉണ്ടെന്നും ആ അതിർവരമ്പ് കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ ബന്ധങ്ങൾ നന്നായിട്ട് പോവുള്ളൂ എന്നുള്ള കാര്യമൊന്നും ആർക്കും പൊതുവെ അറിയില്ല. ഇപ്പൊ ചില ആളുകളുണ്ട് സൗഹൃദത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറി വന്ന് അനാവശ്യമായിട്ട് അഭിപ്രായം പറയുക, നമ്മുടെ ഒരു ഫ്രീഡത്തെ കളഞ്ഞു കുളിക്കുന്ന രീതിക്ക് എല്ലാത്തിലും കയറി ഇടപെടുക. ഇതൊക്കെ ടോക്സിസിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ നെസ്ലിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ സംഭവിച്ചതും ടോക്സിസിറ്റി ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി അങ്ങനെ പോകുന്നത്? ഇപ്പൊ പേഴ്സണലി എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഇപ്പൊ കുറെയൊക്കെ ഞാനത് കട്ട് ഓഫ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ബന്ധങ്ങളെ. അതായത് എന്റെ സ്പേസിലേക്ക് ഇടിച്ചു കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വരുന്നു, എന്നെ ഉപദേശിക്കാൻ വരുന്നു, നന്നാക്കാൻ വരുന്നു, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വരുന്നു, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും അതിനെ മാനിക്കാത്ത രീതിക്ക് അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ അത് തുടക്കത്തിലൊക്കെ ഞാൻ അവരോട് പലതവണ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടും അവർ അതിനെ പോലും റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവാണ്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാൻ എന്ത് വിചാരിച്ചു, വേണ്ട, ഇത്തരം ബന്ധങ്ങൾ വേണ്ട, ഇത് ടോക്സിസിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അതൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ പറയാറുണ്ട് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക, നിങ്ങൾ പറയുന്ന തെറ്റുകളെ തിരുത്തുക, അതൊക്കെ സൗഹൃദത്തിന്റെ ഉത്തരവാദിത്വം എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കംഫർട്ട് അല്ലെങ്കിൽ അയാളൊക്കെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അയാളെ തിരുത്താൻ നടക്കേണ്ട കാര്യമില്ല, അയാളെ ഉപദേശിക്കാൻ നടക്കേണ്ട കാര്യമില്ല. അയാൾ കംഫർട്ട് ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്.
പക്ഷെ ഇവിടെ പലർക്കും അറിയാത്ത കാര്യമാണ് ഒരാൾ കംഫർട്ട് ആണോ അല്ല എന്നുള്ളത് പോലും നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ കാണിച്ച ഈ വീഡിയോ ഇല്ല, ആ വീഡിയോയ്ക്കകത്ത് തന്നെ രണ്ടുപേര് ഈ പയ്യന്റെ സുഹൃത്തുക്കളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണെന്ന് ഞാൻ പറയുള്ളൂ. അവർ നല്ല ഫ്രണ്ട്സ് ഒന്നുമല്ല. നല്ല ഫ്രണ്ട്സ് ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കില്ല. അതായത് ആ പയ്യന്റെ അടുത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരുത്താനേ ട്രൈ ചെയ്യുള്ളൂ. പക്ഷെ അവർ അങ്ങനെ നല്ല ഫ്രണ്ട്സ് അല്ലാത്തത് കൊണ്ടാണ് ഈ എരുതിയിലോ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ പയ്യനോട് വീണ്ടും വീണ്ടും ഇങ്ങനെ പയ്യനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. നെസ്ലിൻ എന്ന് പറയുന്ന ആളിപ്പോ ഇന്നലെ വന്ന ഒരു നടനല്ലേ, പുള്ളി 1-2 സിനിമയിലല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, അത്ര വലിയ ആളായിട്ടൊന്നുമില്ലല്ലോ, അവനെ ആരാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാന്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എരുതിയിൽ എണ്ണ കയറ്റി ഈ പയ്യനെ വീണ്ടും വീണ്ടും കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ചില ആളുകളുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളെ തെറ്റായ വഴിയിലൂടെ നയിക്കും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യം എന്ന് പറയാതെ, മോശം കാര്യങ്ങൾ മോശം എന്ന് പറയാതെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നിട്ട് ഇവരെന്ത് ചെയ്യും, അവരുടെ ഒരു സംതൃപ്തിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു മനോവൈകൃതത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൂടി എന്ത് ചെയ്യും, നമ്മളെ ഈ കോമാളി കളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന നിഷ്കളങ്കരായിട്ട് നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യും, ഇവർ പറയുന്നതാണ് ശരി, ഇവരുടെ ഭാഗമാണ് ശരി എന്നൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ അതാണ് പെർഫെക്റ്റ്, അതാണ് കറക്റ്റ് എന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ അത് ഈ രണ്ടുപേരെയും കണ്ട സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളതും അങ്ങനെയുള്ള ചില വ്യക്തികളെയാണ്. നമ്മുടെ ലൈഫിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചില ആളുകൾ. ഒരു ആത്മാർത്ഥതയും അവർക്ക് ബന്ധങ്ങളോട് ഉണ്ടായിരിക്കില്ല. അവർ നമ്മളെ സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു കോമാളിയെ പോലെ കൊണ്ടു നിർത്തി ഒരു കോമാളിയാക്കി മാറ്റി അതിലിങ്ങനെ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ടാളുകളുടെ പ്രവർത്തികൾ ആ ഒരു വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് ഈ പയ്യനെ പറഞ്ഞ് തിരുത്താൻ ട്രൈ ചെയ്യുന്നേ ഇല്ല. കുറെ നേരം സംസാരിക്കുന്നുണ്ട്, ഈ പയ്യനോട് പറയുന്നുണ്ട്, 1-2 തവണയൊക്കെ പറയും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ബാക്കി പറയുന്നതൊക്കെ എന്താ, എന്നാൽ നെസ്ലിന്റെ ഭാഗത്താണ് തെറ്റ്, അവൻ ആരാണ് അത്രയ്ക്ക് വലിയ ആൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴും അവിടെ മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിപ്പിക്കുന്നില്ല, മറ്റൊരാളുടെ സ്പേസിലേക്ക് കയറാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നില്ല, ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഇവിടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്താണെങ്കിലും മറ്റു ഭാഷകളിലുള്ള ആക്ടേഴ്സിനൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവരൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവർ ആക്റ്റീവ് ആവും. ഇപ്പൊ പ്രൊമോഷൻ വർക്കിലൊക്കെ വന്നിട്ട് അവർ ഭയങ്കര ആക്റ്റീവ് ആവും. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എടുക്കാം, പുള്ളിക്കാരൻ പ്രൊമോഷൻ ടൈമിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഓരോരോ കഥകൾ പറയും. ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കഥകളും കുട്ടിക്കാലത്തെ കഥകളായിരിക്കും അധികം ഏറ്റവും പറയുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ആക്റ്റീവ് ആവും. ഇത് കഴിഞ്ഞാൽ അടുത്ത സിനിമ വരയ്ക്കും പുള്ളിയെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരിക്കില്ല. പുള്ളി എവിടെയാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പുള്ളിയുടെ പ്രൈവറ്റ് ലൈഫ് എന്താണെന്ന് അറിയില്ല, പുള്ളിയുടെ ഫാമിലി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അവരൊക്കെ ആ ലൈഫിനെ ഒരു പ്രൈവസിയോട് കൂടി കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരാണ്. ഇവര് മാത്രമല്ല, പൃഥ്വിരാജ് അല്ലെങ്കിൽ മോഹൻലാൽ, ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ സിനിമ കഴിഞ്ഞ് പ്രൊമോഷൻ വർക്കുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ ഇവർ എവിടെയാണെന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഓരോ സിനിമാ നടന്മാരും അല്ലെങ്കിൽ നടിമാരൊക്കെ അവരുടെ ലൈഫിനെ കാത്തു സൂക്ഷിക്കുന്നത്, പ്രൈവസിയെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരാൾ ഇടിച്ചു കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നല്ല ഇപ്പം നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പോലും ഒരാൾ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നിട്ട് തോളത്ത് കൈയിടുകയാണ്, നമുക്ക് പോലും ഇഷ്ടമുണ്ടാവില്ല, നമ്മളോട് ചോദിക്കില്ല. ഭയങ്കര ആധികാരികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ തോളത്ത് കൈയിട്ടുകൊണ്ട് ആധികാരികമായിട്ട് നമ്മുടെ ഫോട്ടോ എടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ആരൊരാൾ വന്നു കഴിഞ്ഞാലും എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ദേഹത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും എന്നെ എത്ര അറിയുന്ന ആളാണെങ്കിലും ശരി, എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാവും, എനിക്ക് ഇറിറ്റേഷൻ വരും, ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ഇതേ സംഭവം തന്നെയുള്ള നെസ്ലിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ആലോചിക്കണം, ഇവരൊക്കെ പ്രൊമോഷൻ വർക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ സിനിമയുടെ പ്രൊമോഷൻ വർക്ക് എന്ന് പറഞ്ഞ് ദിവസം 5, 8, 10 ഇന്റർവ്യൂ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സിനിമ റിലീസായി കഴിഞ്ഞാൽ യാത്രയോട് യാത്രയാണ്. കേരളത്തിലെ പല തിയേറ്ററുകളും വിസിറ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി ആലന്നെ തിരിഞ്ഞ് പ്രൊമോഷൻ വർക്കുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലൊക്കെ ഇവർ ചിരിച്ച മുഖവുമായിട്ടായിരിക്കും നിൽക്കുക. ഇന്റർവ്യൂലൊക്കെ വന്ന് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇവർക്ക് മടുക്കുന്ന അവസ്ഥയായിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നെ ഒരു ദിവസം ഇത്രയധികം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഇത്രയധികം പ്രൊമോഷന്റെ ഭാഗമായിട്ട് തിയേറ്ററുകൾ കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അവരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ മുഷിഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ ലൈഫിലേക്ക് പോയിട്ട് അവരുടെ തോളത്ത് കൈയിട്ട് ആധികാരികത കാണിച്ചിട്ട് അവർ തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ അല്പത്തരം മതി എന്നൊക്കെ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ലല്ലോ. ഈ നടന്മാരും നടിമാരും ആരും നമ്മുടെ ഒരു പൊതു മുതലല്ല. അവർക്കൊക്കെ ഓരോ സ്പേസ് ഉണ്ട്, അവരൊക്കെ ഓരോ വ്യക്തികളാണ്. നമ്മളെയൊക്കെ പോലെ തന്നെ മജ്ജയും മാംസവും ചിന്തയൊക്കെ ഉള്ള വ്യക്തികളാണ്. ആ വ്യക്തികളെ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ഡീൽ ചെയ്യണം. അവരെന്തോ മാനത്ത് നിന്ന് പൊട്ടിമുളച്ച മനുഷ്യരാണെന്നുള്ള ധാരണയിൽ അവരുടെ ദേഹത്ത് കൈവച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച്, അതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്.
ഈ മലയാളികൾ ഇനി എന്നാണ് ഈ മര്യാദയൊക്കെ പഠിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോഴും അറിയാത്തത്. എത്ര എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, എത്രയോ തവണ എത്രയോ താരങ്ങൾ ഇതേ പരിപാടി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപർണ ബാലമുരളിയുടെ ആ പ്രശ്നം വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വന്നതാണ്, ഒരാൾ തോളത്ത് അങ്ങനെ കൈവയ്ക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ ഒരു കാര്യമില്ല, വീണ്ടും വീണ്ടും ആളുകൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദയും ഇല്ലാണ്ട് ഇത്രയും മോശമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ നെസ്ലിൻ അവിടെ നിൽക്കട്ടെ, നെസ്ലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും ഓരോ ചിന്താരീതികൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഈ താരങ്ങൾ എന്ന് പറയുന്ന സംഭവത്തോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർ ആ സ്റ്റാർഡം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, സിനിമ തരുന്ന എല്ലാ പ്രിവിലേജുകളും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ അടുത്തേക്ക് വരുന്ന ആരാധകർ എന്ന് പറയുന്ന സംഭവത്തെ അവർ ഭയങ്കര പുച്ഛത്തോടെയും ആയിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കുക. എത്രയോ താരങ്ങൾ അങ്ങനെയുണ്ട്, സ്വന്തം മുമ്പിൽ വരുന്ന ആരാധകരെ ഭയങ്കര സർവ്വ പുച്ഛത്തോടെ നോക്കി കാണും. പക്ഷെ പുറമേക്ക് ഇത് പ്രകടിപ്പിക്കില്ല. കാരണം പുറമേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാല് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിവിലേജും ഇല്ലാണ്ടായി പോവും. പിന്നെ അവർ സമൂഹം അംഗീകരിക്കില്ല, ആളുകൾ തള്ളിപ്പറയും. സോ അവർക്കിത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാവരോടും പുച്ഛമായിരിക്കും. വരുന്ന എല്ലാവരെയും ചിലപ്പോൾ 5 പൈസ പോലും വില കൽപ്പിക്കാത്ത രീതിക്കായിരിക്കും മനസ്സിനുള്ളിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കുക. അത്തരത്തിലുള്ള നടന്മാർ നമുക്ക് ഇടയിലൊക്കെ ഉണ്ട്, ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെന്തൊക്കെയോ ഭയങ്കര സംഭവമാണ്, താരങ്ങൾ എന്ന് പറഞ്ഞാൽ വേറിട്ട മനുഷ്യരാണ്, അവരെന്തോ ഈ ഭൂമിയിലെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ്, അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള മനുഷ്യരാന്നൊക്കെ കരുതിയിട്ട് അവര് പൂവിട്ട് പൂജിക്കുകയാണ്. പലരും ദൈവങ്ങളെ പോലെ താരങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പലം പണിയുന്നു, പള്ളി പണിയുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ താരങ്ങളെന്തോ ദൈവതുല്യരായി കണ്ടുകൊണ്ടൊക്കെയാണ് പല ആളുകളും പെരുമാറുന്നത്. തമിഴ്നാട്ടിലൊക്കെ താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അമ്പലം പണിത ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താരങ്ങൾക്ക് വേണ്ടി പാലഭിഷേകം, സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പാലഭിഷേകമൊക്കെ ചെയ്യും. അപ്പൊ അവരെന്തോ ഭൂമിയിലുള്ള മനുഷ്യരല്ല, അവരൊക്കെ വേറിട്ട മനുഷ്യരാണ്, ദൈവതുല്യരായിട്ടൊക്കെയാണ് പലരും ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്. അവരെയൊക്കെ ഭയങ്കരമായി കാണുന്ന സമയത്ത് ഓടിപ്പോയി സെൽഫി എടുക്കാനും അല്ലെങ്കിൽ കുമ്പിട്ട് വണങ്ങിയിട്ട് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാനോ എന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കേണ്ട. അവർക്ക് സാധാരണ മനുഷ്യരാണ്. എന്തിനാണ് അവർക്ക് ഇത്രയ്ക്കധികം ദൈവതുല്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുള്ളത്? നമ്മൾ ടിക്കറ്റ് കൊടുത്ത് സിനിമ കണ്ടാൽ മാത്രമേ ഈ താരങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ താരങ്ങളും ഇല്ല, ഒരാൾ പോലും ഇല്ല. ഈ പറയുന്ന നെസ്ലിനും ഈ പറയുന്ന മോഹൻലാലും ഈ പറയുന്ന മമ്മൂട്ടിയൊക്കെ നമ്മുടെ ഒരു 150 രൂപ 110 രൂപ ടിക്കറ്റിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ സിനിമ കാണാണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ തീർന്നു. അതുകൊണ്ട് അവർക്ക് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ ചിരിച്ചു കളിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി ഇവരൊക്കെ നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, നമ്മളെ കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്ന മനുഷ്യരാവണമെന്നൊന്നുമില്ല. നമ്മൾ തിരിച്ചും എന്താ ചെയ്യേണ്ടത്, അവരുടെ പ്രൊഡക്റ്റിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അല്ലാണ്ട് താരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഫോട്ടോ എടുത്ത് നമ്മുടെ വില കളഞ്ഞ് അതൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം വില കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. നമ്മൾ വില മതിച്ചാൽ മാത്രമേ മറ്റൊരാൾ വില മതിക്കുള്ളൂ. ഒരാളുടെ മുമ്പിലും ഒരു താരത്തിന്റെ മുമ്പിലും പോയിട്ട് സെൽഫി എടുക്കാൻ നിൽക്കരുത്. അവിടെ നമ്മുടെ വില തന്നെയാണ് പോകുന്നത്. നമുക്ക് ചിലപ്പോൾ താരത്തോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും, അയാളുടെ പെർഫോമൻസ് ഇഷ്ടമുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതുപോലെ ആധികാരികമായിട്ട് ഒരിക്കലും സെൽഫി എടുക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ വില കളയുക മാത്രമല്ല, അയാളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറി പോവുകയും കൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ സെൽഫി എടുക്കാൻ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഇല്ലേ, അത് നമ്മൾ നമ്മുടെ വില കളയുന്നതിന് തുല്യമാണ്. അത് ചെയ്യരുത്. നമ്മൾ ഓക്കെ ഒരു നല്ല സിറ്റുവേഷൻ വരികയാണെങ്കിൽ അന്തസ്സായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക, അല്ലാണ്ട് ഓടിപ്പോയിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് എന്തിനാണ് അവരുടെ മുമ്പിലൊക്കെ നമ്മൾ നമ്മുടെ വില കളയുന്നത്? ഒരിക്കലും ആവശ്യമില്ല. പിന്നെ പറയാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ, ഈ 2 ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് 2 എണ്ണം കൂടെ നിന്നിട്ട് പറയുന്നത് പോലെയുള്ള സംഭവങ്ങളൊക്കെ പറയാൻ ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മൾ മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഇപ്പൊ ഈ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം നെസ്ലിൻ ആ കൈ തട്ടി മാറ്റുന്ന വീഡിയോ വൈറലായി പോയി, പുള്ളിക്കാരന് ഭയങ്കര നാണക്കേടായി, അപമാനമായി, പലരും കളിയാക്കുന്നു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ചെയ്ത സംഭവം റോങ് ആണ്. പക്ഷെ പുള്ളി ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുള്ളി ഒരുപാട് പേര് അത് വെച്ച് കളിയാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് എല്ലാവരും കളിയാക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതേസമയം തന്നെ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ഇങ്ങനെ ചിലർ വന്നിട്ട് നമ്മളെ എരുതിയിൽ എണ്ണ കയറ്റി നമ്മളെ വീണ്ടും കൊണ്ടുപോയിട്ട് എയറിലാക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിയെന്ന് പറയുന്ന ആൾക്കാർ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ അതുപോലെ പറയുന്ന ഫ്രണ്ട്സ് ആണ്. ഇത് ഈ പയ്യനെ തിരുത്താൻ പോലും ട്രൈ ചെയ്യാണ്ട് കൂട്ടത്തിൽ നിന്നിട്ട് ആള് കളിക്കുക, ആ പയ്യന്റെ പേരിൽ എങ്ങനെയാലും വൈറലാവാൻ ട്രൈ ചെയ്യുക, അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. സിമ്പിളാണ്, നമുക്ക് ആ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുറമേ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു ലൂപ്പിനകത്ത് പെട്ട അവസ്ഥ ആയതുകൊണ്ട് അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും കിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് പുറത്തുനിന്ന് കണ്ട എല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് കൂടെ കൂട്ടാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നാലും ഇപ്പൊ ഈ പയ്യനെ മാത്രമല്ല, നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് പോലും ഇതുപോലെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ
മറ്റുള്ളവർക്ക് കളിയാക്കാൻ പാകത്തിൽ എറിഞ്ഞു കൊടുക്കുക, നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക, നമുക്ക് ശരി പറഞ്ഞു തരാണ്ട് തെറ്റ് മാത്രം പറഞ്ഞ് നമ്മളെ വീണ്ടും വഴി തെറ്റിക്കുക, അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട് അല്ല. അവർക്ക് ഒരിക്കലും നമ്മുടെ ഫ്രണ്ട് ആവാൻ പറ്റൂല. സോ പറ്റുമെങ്കിൽ ഈ പയ്യനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇവന്റെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇവൻ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ, നെസ്ലിന്നല്ല, ഒരു മനുഷ്യനെ കണ്ടാൽ പോലും അയാളുടെ തോളത്ത് പോയി കൈയിട്ട് ആധികാരികമായിട്ട് അയാളുടെ അടുത്ത് ബിഹേവ് ചെയ്യരുത്. അതൊരു വലിയ തെറ്റാണ്. നമ്മളൊരു വ്യക്തിയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്ന സംഭവമാണ് ആ വ്യക്തിയുടെ സ്പേസ് അയാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന സംഭവം എന്നൊക്കെ ഈ പയ്യനെ നല്ല രീതിക്ക് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ സെലിബ്രിറ്റികളും ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും, അവർക്കൊക്കെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവരുടെ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. അപ്പൊ നമുക്കറിയില്ല ഇവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ എന്താണെന്ന്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇവിടെ നിൽക്കുക, അവര് ദൂരെ നിന്ന് മാറി നോക്കുക. അല്ലാണ്ട് നമുക്ക് ആ വ്യക്തി എന്താണെന്ന് അറിയില്ല. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ചിലപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യരായിരിക്കില്ല, അവർ ചിലപ്പോൾ സിനിമയിൽ കാണുന്ന അത്രയ്ക്കും ധീരന്മാരായ മനുഷ്യരായിരിക്കില്ല, അവർ ചിലപ്പോൾ മനസ്സുകൊണ്ട് ചെറിയ മനുഷ്യരായിരിക്കും, ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന മനുഷ്യരായിരിക്കും, ഇൻട്രോവേർട്ട് ആയിരിക്കും, ആംബിവേർട്ട് ആയിരിക്കും, എക്സ്ട്രോവേർട്ട് ആയിരിക്കും, പല ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും. നമുക്കൊന്നും അറിയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരുടെ സ്പേസിലേക്ക് കയറിയിട്ട് ആധികാരികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്.